Good morning. Welcome to Plus 2 Politics class. ഇന്ന് നമ്മൾ പുതിയ യൂണിറ്റാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഏഴാമത്തെ യൂണിറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത്, ഇന്ത്യൻ സമൂഹത്തിലെ ഏതെല്ലാം വിഭാഗങ്ങൾ ചേർന്നാണ് ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്, ഈ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തെല്ലാം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് എന്തെല്ലാം. ആദ്യം നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ 1973 ഉത്തർഖണ്ഡിലെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നടത്തിയ ഒരു സമരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മരങ്ങൾ വെട്ടിവിൽക്കാൻ ഗവൺമെൻറ് അനുമതി നൽകിയിരുന്നു. അതിനെതിരെ ഗ്രാമീണർ പ്രതിഷേധിക്കുന്ന ഒരു ചിത്രമാണിത്. പ്രതിഷേധ പ്രകടനത്തിന് അവർ ഒരു പുതിയ മാർഗം അവലംബിച്ചു. മരങ്ങളെ കെട്ടിപ്പിടിച്ചു. ഇത് ലോകപ്രസിദ്ധമായി തീർന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരുന്നു. ആ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തർഖണ്ഡിലെ ഗോവേശ്വർ, ഉത്തരകാശി, മണ്ഡൽ എന്നീ ഗ്രാമങ്ങളിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. കർഷകർക്ക് കാർഷികോപകരണങ്ങൾ നിർമ്മിക്കാൻ അവിടുത്തെ ആശുമരങ്ങൾ ആവശ്യമായിരുന്നു. അതിന് അനുമതി നൽകാത്ത വനം വകുപ്പ് ഒരു സ്പോർട്സ് കമ്പനിക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. ഇതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഈ പ്രക്ഷോഭം ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും മരം വെട്ടുന്നത് മൂലം സംഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരികയും ചെയ്തു. പുറമെ നിന്നുള്ള കരാറുകാരെ മരം വെട്ടാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിർബന്ധം പിടിച്ചു. ഭൂമി, വെള്ളം, വനം എന്നിവയിൽ ആ പ്രദേശത്തുകാർക്ക് അധികാരമുണ്ടാകണമെന്നാണ് അവർ വാദിച്ചത്. ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരം ലഭ്യമാക്കണമെന്നും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത വികസന പദ്ധതികൾ നടപ്പാക്കാവൂ എന്നും അവർ ശഠിച്ചു. വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ഈ ഭൂരഹിതർക്ക് മിനിമം വേതനം ഉറപ്പ് നൽകണമെന്നിങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളിലേക്ക് ഈ സമരം ചെന്നെത്തുകയുണ്ടായി. ഇതിൻ്റെ നേതാക്കൾ ചാന്ദിപ്രസാദ് ഭട്ട്, സുന്ദർലാൽ ബഹുഗുണ എന്നിവരായിരുന്നു. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സ്ത്രീകളായിരുന്നു ഇതിനകത്ത് പ്രധാനമായും പങ്കെടുത്തത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഒരു ചോദ്യമായി തരുന്നു. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്ത്രീകൾ ഇതിനകത്ത് സജീവമായി പങ്കെടുത്തു. ആ പ്രദേശത്തെ വനം കരാറുകാർ തന്നെയായിരുന്നു അവിടുത്തെ മദ്യവ്യാപാരികളും. അവർ മദ്യം ഉപയോഗിച്ച് അവിടുത്തെ പുരുഷന്മാരെ വശീകരിച്ച് ഈ സമരത്തെ തകർക്കാനുള്ള ഒരു ശ്രമം നടന്നു. അപ്പോൾ സ്ത്രീകൾ സമരം മദ്യവ്യാപാരത്തിനെതിരെ കൂടി എന്ത് ചെയ്തു, വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. ഗാന്ധിയൻ മാർഗമാണ് ഈ പ്രസ്ഥാനം അവലംബിച്ചത്. ഹിമാലയൻ മേഖലകളിൽ നിന്ന് 15 കൊല്ലത്തേക്ക് മരം മുറിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവിടുകയുണ്ടായി. അതിനേക്കാളെല്ലാം പ്രധാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ധാരാളം ജനകീയ പ്രസ്ഥാനങ്ങൾ പിന്നീട് രൂപം കൊണ്ടു എന്നുള്ളതാണ്. മരം മുറിക്കലിനെതിരായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളായി വികസിച്ചു. ഇത്തരത്തിൽ രൂപം കൊണ്ട പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. We are going to discuss a new unit, that is 7th unit, Rise of Popular Movements. In this unit we discuss what are popular movements, what part of our society have they mobilized, what is their main programs of action. In a democratic country like India, what role do these popular movements play? Nature of popular movements. In this picture, see women in Uttarakhand participating in a very unusual form of collective action. Early 1973, the government had permitted commercial logging. The villagers are seen protesting against it. Their protest had a novel approach. To prevent logging, the villagers stood around hugging the trees. This was the beginning of the world famous environment movement in our country, that is the CHIPKO movement. In 1973, the villagers asked forest department to prevent giving permission to the sports company to cut trees for sports
articles. When sports manufacturers wanted to fell trees for the manufacturing sports goods, the forest department readily granted permission. But government refused to give permission to the local people to collect firewoods. Naturally, they engaged the villagers who protest against commercial logging with the government sanction. Their method of protest was novel one. The woodcutters arrived on the scene. The women folk stood around the trees and hugged them, also as prevent cutting. This was the beginning of the CHIPKO movement. The village folks used this novel method preventing ecological and economic exploitation. They demanded that the local people should have a say in the control of natural resources like land, water and forest. They wanted the government to provide low-cost materials to small industries and local people to ensure development of the region. Chandi Prasad Bhatt and Sundarlal Bahuguna led the movement. Participation by women folk made the movement special. The forest contractors in the region were also the suppliers of alcohols. They gave a double quota of alcohol to the men folk in the villages. Against this also women protested. Their agitation against the spread of alcoholism through the contractors bore fruit. The CHIPKO movement followed Gandhian Satyagraha principles. The government banned felling of trees in the Himalayan region for 15 years. This CHIPKO movement that started as a small protest by women folk in a remote village became a symbol of popular movements that emerged as and when occasions demanded. കക്ഷിരാഷ്ട്രീയ അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ. ജനകീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ചിലപ്പോൾ മാറാറുണ്ട്. ദേശീയ പ്രസ്ഥാനം അത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ ഉദാഹരണമാണ്. സാമ്പത്തിക വിഷയങ്ങളിലും ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്. കിസാൻ സഭ, ട്രേഡ് യൂണിയൻ മുതലായവ ചില സാമൂഹ്യ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു. ജനകീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നും സാമൂഹിക പ്രസ്ഥാനങ്ങളെന്നും തിരിക്കാം. ട്രേഡ് യൂണിയനുകൾ, കമ്മ്യൂണിസ്റ്റ് ആന്ധ്രാപ്രദേശിലെ തെലുങ്കാന പോലുള്ള സ്ഥലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നക്സലൈറ്റ് ലെനിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ, ഇവയൊന്നും തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പങ്കാളിയാവുകയില്ല. എന്നാൽ അവർക്ക് പാർട്ടികളുമായി ബന്ധമുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ കക്ഷികളുടെ ശ്രദ്ധയാകർഷിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഇനി കക്ഷിരഹിത പ്രസ്ഥാനങ്ങളുണ്ട്. 70-80കളിൽ കോൺഗ്രസ് മാറി പുതിയൊരു ഭരണം ഇന്ത്യയിൽ വന്നതോടുകൂടി, ജനതാ ഗവൺമെൻറ് വന്നതോടുകൂടി ജനങ്ങൾക്ക് ഗവൺമെൻറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായി അവർ സ്വയം തന്നെ സംഘടിതരാവുകയും ചെയ്തു. ദാരിദ്ര്യവും അസമത്വങ്ങളും സാമ്പത്തിക മുരടിച്ചയുമെല്ലാം എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അലവസരപ്പെടുത്തുകയും ജാതീയത, ലിംഗഭേദം തുടങ്ങിയ നിലവിലുള്ള സാമൂഹ്യ അസമത്വങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തപ്പം നഗര വ്യവസായ മേഖലയിലും ഗ്രാമീണ കാർഷിക മേഖലയിലും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും ചെയ്തു. തങ്ങൾ അനീതിയുടെ ഇരകളാണ് എന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പല ആളുകളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവർ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബഹുജന പ്രക്ഷോഭങ്ങളായിട്ട് രംഗത്ത് വരികയും ചെയ്തു. പ്രധാനമായും വിദ്യാർത്ഥികൾ, യുവ രാഷ്ട്രീയ പ്രവർത്തകർ, ദളിത്, ആദിവാസികൾ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ സംഘടിക്കപ്പെട്ടു. ദരിദ്രർക്കിടയിൽ സർവീസ് സംഘടനകൾ രൂപപ്പെട്ടു. അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു. സാമൂഹ്യ സേവനങ്ങളിലും ഗുണാത്മക പ്രവർത്തനങ്ങളിലുമൊക്കെയാണ് അവർ ഏർപ്പെട്ടത്. അവരാണ് നമ്മുടെ സന്നദ്ധ സംഘടനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇത്തരം സംഘടനകൾ പ്രവർത്തിച്ചു. തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയോ രാഷ്ട്രീയ കക്ഷികളെയോ പിന്താങ്ങുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു. ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കാത്ത ഇത്തരം പ്രസ്ഥാനങ്ങളെയാണ് കക്ഷിരഹിത രാഷ്ട്രീയ സംഘങ്ങൾ എന്ന് പറയുന്നത്. പൗരസമിതികൾ, അവർ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതൊക്കെ നമുക്കിതിന് ഉദാഹരണമായിട്ട് പറയാം. ഇത്തരം സംഘടനകൾ ചിലപ്പം ഗ്രാമത്തിലോ മാത്രമായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. ആദ്യകാലത്ത് അവർ ഗ്രാമങ്ങളിലും ചില പ്രത്യേക ഏരിയയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെങ്കിൽ പിന്നീട് അവ അന്താരാഷ്ട്ര സംഘടനകളായി മാറുകയും പല കോണുകളിൽ നിന്നും അവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
Party movements and non-party movements. Popular movements may divide into party movements and non-party movements. Social movements or political movements. Social and economic issues during the British period gave the rise of such movements. Anti-caste movement, Kisan Sabha, trade union movement, etc. Popular movements, political movements. Popular movements may classified into political movements and social movements. Trade union movement in Mumbai, Kolkata, Kanpur, etc. Political parties were behind this movement. All major political parties had their own trade unions. Similar type of protests were staged by peasants and agriculture workers in West Bengal, Bihar. The agitation were under the leadership of Marxist-Leninists. They mainly addressed the issue of economic injustice and inequality. This movement did not actively participate in the election, but at the same time they retained connection with political parties. Many of the participants of these movements associated with the political parties either as individuals or as organizations. This link helped them ensure better representation of the demand in their politics. Dalit Panthers. നാമദേവ് ദസൽ എന്ന മറാഠി കവിയുടെ കവിതയിൽ അന്ധകാരത്തിൻ്റെ തീർത്ഥാടകർ എന്ന ഒരു പരാമർശമുണ്ട്. അവരാൽ അനുഗ്രഹീതനാകുന്ന സൂര്യകാന്തി പൂവ് നൽകുന്ന ഒരു ഫക്കീർ എന്നും പറയുന്നുണ്ട്. ഇത് ദളിത് സമുദായക്കാരെയും അവരെ വിമോചകനായി വരുന്ന അംബേദ്കറെക്കുറിച്ചുമാണ് പറഞ്ഞത്. 1970കളിൽ മഹാരാഷ്ട്രയിലെ ദളിത് കവികൾ ഇത്തരം ഒരുപാട് പ്രയോഗങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയും അതിലൂടെ ഈ ദളിതർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. 1970കളുടെ തുടക്കത്തിൽ ദളിത് വിഭാഗത്തിലെ വിദ്യാഭ്യാസം നേടിയ ബിരുദധാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് രൂപീകരിച്ചത്. ആവേശോത്സുകരായ യുവാക്കൾ നടത്തിയിട്ടുള്ള സമരത്തിലൂടെയാണ് ഇതിന് മുൻകൈയെടുത്തത്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ ദളിതർ അനുഭവിച്ചിരുന്ന ജാതീയമായ വിവേചനത്തിനെതിരെയാണ് അവർ പോരാടിയത്. ജാതീയ അസമത്വങ്ങൾക്കും ദളിതർ അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക അനീതികൾക്കും എതിരെയായിരുന്നു സമരങ്ങൾ. ഭരണഘടനയിൽ നീതിക്കും സമത്വത്തിനും ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ദളിതർക്ക് അതൊന്നും ലഭിക്കുന്നില്ല. സംവരണമുണ്ടെങ്കിലും അത് ഫലപ്രദമായി നടപ്പാക്കിയിരുന്നില്ല. അപ്പോൾ അത് നടപ്പാക്കുക, സാമൂഹ്യ നീതി ഉറപ്പ് നൽകുന്ന ആശയങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയാണ് ദളിത് പാന്തേഴ്സ് ഉന്നയിച്ച ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ 1960കളിലും 70കളിലുമൊക്കെ ഈ ഐത്ത ആചരണമൊക്കെ കുറ്റകരമായ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ നിയമങ്ങൾ കൊണ്ടൊന്നും ഇത് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമങ്ങളിൽ ദളിതർ താമസിക്കുന്ന പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തുക, അവരെ കുടിവെള്ളം എടുക്കാൻ അനുവദിക്കാതിരിക്കുക, ഇപ്പോൾ പോലും നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ കണ്ടു ദളിതർ നേരിടുന്ന പ്രവർത്തനങ്ങൾ. ബീഹാറിലെ സവർണരുടെ തീവ്രവാദ സംഘടനയായ രൺവീർ സേന നടത്തുന്ന അക്രമങ്ങൾ ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ദളിതർ നേരിടുന്ന അക്രമങ്ങൾ നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്നുണ്ട്. ദളിതരുടെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല. പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയും ഈ ദളിത പാർട്ടികളെ പിളർന്നുകൊണ്ട് അത് ഇല്ലാതാവുകയൊക്കെയാണ് ചെയ്തത്. ഇവരുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ഇവർ പോരാടിയതിൻ്റെ ഫലമായി 1989 ഗവൺമെൻറ് ഒരു നിയമം തന്നെ കൊണ്ടുവരികയുണ്ടായി. അതിൽ പറയുന്നത് ദളിതർക്കെതിരെ അക്രമങ്ങൾ നടത്തുന്നവർക്ക് കഠിനമായ ശിക്ഷ നൽകണം എന്നാണ്. എന്നാൽ
കൂടുതൽ വിശാലമായ പ്രത്യയശാസ്ത്രപരമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ജാതീയത ഇല്ലാതാക്കുമ്പോഴേ ദളിതരെന്താവുന്നുള്ളൂ, രക്ഷപ്പെടുന്നുള്ളൂ. ഭൂരഹിതരായ പാവപ്പെട്ട കർഷകർ, നഗരങ്ങളിലെ വ്യവസായ തൊഴിലാളികൾ തുടങ്ങിയവരെയും ദളിതരെയും ചേർത്ത് മർദ്ദിത വിഭാഗങ്ങൾക്കായി ഒരു സംഘടന പടുത്തുയർത്തലും അവരുടെ ലക്ഷ്യമായിരുന്നു. അഭ്യസ്തവിദ്യരായ ദളിത് യുവാക്കൾ അവരുടെ സർഗാത്മക കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ആത്മകഥകളും അതേപോലെ നാടകങ്ങളും കവിതകളുമൊക്കെ രചിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആ സമൂഹത്തിലെ മറ്റുള്ളവരെ ബോധവാന്മാരാക്കി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ദളിത് പാന്തേഴ്സ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ പല വിട്ടുവീഴ്ചകൾക്കും അവർ തയ്യാറായി. അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ മാറുകയും അതോടുകൂടി ഈ പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാവുകയും അത് ഈ പ്രസ്ഥാനത്തിൻ്റെ അധോഗതിക്ക് കാരണമാവുകയും ഉണ്ടായി. അങ്ങനെയുണ്ടായ വിടവ് നികത്തിയത് പിന്നീട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാരുടെ ഒരു ഫെഡറേഷൻ BAMCEF, ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. പിന്നീട് ഈ ഒരു ദളിതർക്ക് ഭിന്നിപ്പ് മൂലം ദളിതർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു യൂണിറ്റി വീണ്ടെടുക്കുന്നതിന് വേണ്ടി സഹായിച്ച സംഘടനയാണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി എംപ്ലോയ്മെൻറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന. ദളിത് പാന്തേഴ്സ്. Namdev Dazal, a well-known Marathi poet, wrote a poem, Pilgrims of Darkness, highlighting the brutal caste injustice suffered by Dalits. The pilgrims mentioned in the poem are different Dalit communities. The Ambedkar referred to as their liberator. Years after independence, the Dalit continued stuffing untold miseries under the upper caste. It is good we ask ourselves the question, has the condition of the Dalits changed much since that time? These poems and poets are full of hope for the further. Ambedkar was the leader of or liberator of the Dalit. Dalit Federation was the organization formed for this purpose. The origin of Dalit Panthers. Dalit graduates living in city slums began to organize themselves under different platforms. It was a militant organization in Maharashtra who tried to assert themselves. Caste-based inequalities were rampant in post-independent India. They fought against caste-based inequalities, injustice, even though the Constitution guaranteed equality. Reservation guaranteed by Constitution were not effectively implemented. Social discrimination and violence against the so-called untouchables continued even though the government of India had abolished untouchability. Dalits inhabited villages were set apart from the main villages. They could not draw water from the common wells. Much worse, Dalit women were often molested, abused and dishonored, and the culprits from upper classes always got off scot-free. The Ranveer Sena of the upper caste continues their anti-Dalit activities in Bihar. Even though the Dalits supported the Republican Party of India, party did pretty little to save them activities. The government passed a law which provided rigorous punishment for atrocity against Dalits in 1989 as a result of the activities of Dalit Panthers. They wanted to do away with the caste system, build an organization of all oppressed people among the Dalits. Educated Dalit youth expressed their protest through creative techniques. Literary men and women among Dalits composed their works, novel, short story, poetry highlighting brutalities inflicted on Dalits, life experiences of such Dalits writers portray in their works sent as a shock wave through
Marathi literary world. They succeeded in portraying life experiences of the most downtrodden social section of Indian society. This was a shock to the literary world. During the post-emergency period, Dalit Panthers made some electoral compromises. Split in the organization paved the way for its decline. Backward and Minority Communities Employees Federation took over and the Panthers came to an end. ഈ യൂണിറ്റിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്ന പാഠത്തിൽ. പിന്നെ ചോദ്യങ്ങളാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനം. 2 പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റ്സ്, കക്ഷി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ. 3 നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ്, കക്ഷി രഹിത പ്രസ്ഥാനങ്ങൾ. 4 ദളിത് പാന്തേഴ്സ്, ദളിത് പാന്തേഴ്സ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ചുരുക്കി എഴുതുക. ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ ചോദ്യങ്ങളുടെ ആൻസറുകൾ എഴുതി എനിക്ക് അയച്ചു തരിക. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.